തിരുവനന്തപുരം നഗരസഭയിൽ മുന്നണി നീക്കങ്ങളിൽ ആകാംക്ഷ. UDF അവിശ്വാസത്തിൽ പിന്തുണ നൽകുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് കത്തയച്ച ഇടത് കൗൺസിലർമാർ. തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ UDF കൗൺസിലർമാരുടെ യോഗം ഇന്ന്. അവിശ്വാസത്തെയും സമരത്തെയും നേരിടാനാണ് BJP തീരുമാനം. നിർണായക കൗൺസിൽ യോഗം തിങ്കളാഴ്ച ചേരും. അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായ കയ്യാങ്കളി, BJPയെ പ്രതിരോധത്തിലാക്കി ഉണ്ടായ കയ്യാങ്കളി നമ്മൾ കണ്ടതാണ്. കൗൺസിലർമാർക്ക് അടക്കം പരിക്കേറ്റ് ആശുപത്രിയിലാകുന്ന സാഹചര്യം. ഇപ്പോൾ എന്തായാലും ഇതിന്മേൽ UDF നൽകുന്ന അവിശ്വാസത്തിൽ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇടത് കൗൺസിലർമാർ കത്തയച്ചിരിക്കുന്നത്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. എങ്ങനെയാകാം വിവരങ്ങൾ? തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കുന്നു. അതായത് ഈ തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടൊരു ഉത്തരവിറങ്ങുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത്. ഈ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിൽ BJP അംഗങ്ങൾ 19 BJP അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനെ ചൊല്ലി വീണ്ടും വിവാദം ഉണ്ടാകുന്നു. അതായത് മറ്റു കൗൺസിലർമാരെ അറിയിക്കാതെ BJP അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള ആരോപണവുമായി LDF രംഗത്തെത്തുന്നു. തുടർന്ന് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് വളരെ നാടകീയമായ രംഗങ്ങളാണ്. LDFന്റെ അല്ലെങ്കിൽ CPIMന്റെ മുതിർന്ന നേതാക്കളടക്കം BJP കൗൺസിൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്ന ഒരു സംഭവം ഇന്നലെ അരങ്ങേറിയിരുന്നു. കൂടാതെ തന്നെ മേയറെ ഉള്ളിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മേയറും മറ്റ് കൗൺസിൽ അംഗങ്ങളും BJP കൗൺസിൽ അംഗങ്ങളും കോർപ്പറേഷനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല, മേയർ ചേംബറിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ CPIMന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്നലെ ഉയർന്നത്. ഇതിനെ തുടർന്ന് ഇരു മുന്നണികളും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു. ഇരു രാഷ്ട്രീയ കക്ഷികളും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് മേയർക്കടക്കം, അതായത് ഡെപ്യൂട്ടി മേയർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ 2 പാർട്ടി നേതാക്കൾക്കെതിരെയും ഇന്നലെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് UDF ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയത്തിന് കളം ഒരുക്കുന്നത്. അതായത് തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിൽ BJPക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് UDF നീക്കം. ഇതിന് പിന്തുണ അർപ്പിക്കണമോ അല്ലെങ്കിൽ പിന്തുണ നൽകണമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഇടത് കൗൺസിലർമാർ ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിന് പിന്തുണ നൽകിയാൽ, LDF കൂടി പിന്തുണ നൽകിയാൽ ഇത്തരത്തിൽ BJPക്ക് കൗൺസിൽ നഗരസഭ നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും ഇത് വളരെ വലിയ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇത്തരത്തിൽ അവിശ്വാസം കൊണ്ടുവന്നാലും ഇത്തരത്തിൽ ഭരണം തങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന ആത്മവിശ്വാസം മേയർ VV രാജേഷ് അടക്കമുള്ളവർ ഇത്തരത്തിൽ നൽകുന്ന വിവരങ്ങൾ, അതായത് തങ്ങൾക്ക് അത്തരം ആത്മവിശ്വാസം ഈ BJP കൗൺസിലർമാർക്കുണ്ട്, ഈ മേയർ VV രാജേഷിനുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 20 കൗൺസിലർമാരിൽ, അതായത് ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൗൺസിലർമാരിൽ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള സുഗതൻ എന്ന വ്യക്തിയാണ്. അത് വളരെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുഗതൻ ഈ കൗൺസിൽ യോഗത്തിൽ ചേർന്നില്ലെങ്കിൽ ഈ കൗൺസിലർ പദവി അടക്കം നഷ്ടമാവുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗം വളരെയേറെ നിർണായകമാണ്. കാത്തു. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.